നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കൊരട്ടിക്കരയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ കൊരട്ടിക്കര സ്വദേശി കണ്ണേലങ്കത്ത് വീട്ടിൽ 53 വയസ്സുള്ള രവി, ബൈക്ക് യാത്രികനായ എരുമപ്പെട്ടി സ്വദേശി കുന്നത്തേരി വളപ്പിൽ 20 വയസ്സുള്ള അഭിഷേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ കൊരട്ടിക്കര പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. എടക്കഴിയൂർ നാലാംകല്ലിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. എറണാകുളത്ത് നിന്നും ടവർ നിർമ്മാണ സാമഗ്രികളുമായി വന്ന ദോസ് ഗുഡ്സ് കാരിയർ വാഹനവും ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ശിവാലയ കൺസ്ട്രക്ഷന്റെ ടോറസ് ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽ ദോസ്ത് വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് മുണ്ടൂർ നാമ്പുള്ളിപ്പുര സ്വദേശി അഭിജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ഏറെ പരിശ്രമിച്ചാണ് അഭിജിത്തിനെ വാഹനത്തിനുള്ളിൽ നിന്നും പുറത്തെടുത്തത്. ഉടൻ തന്നെ എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കുന്നംകുളം ദയ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ദേശീയപാത 66 എടക്കഴിയൂർ അതിർത്തി മുതൽ വടക്കോട്ട് കഴിഞ്ഞ ദിവസം മുതൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്തിരുന്നു. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിലോടാനുള്ള 3 ആനകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൃഷ്ണനാരായണൻ, ബാലു, രവികൃഷ്ണൻ എന്നീ ആനകളാണ് മുൻനിരയിൽ ഓടുന്നത്. സിദ്ധാർത്ഥൻ, ഗോപികൃഷ്ണൻ എന്നീ ആനകൾ കരുതലായി ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ടത്തിൽ ഇത്തവണ 11 ആനകളാണ് പങ്കെടുക്കുന്നത്. നേരത്തെ തീരുമാനിച്ച 5 ആനകളുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ടാണ് നറുക്കെടുത്തത്. ക്ഷേത്രത്തിൽ ബ്രഹ്മകലശത്തിനു ശേഷം കിഴക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പട്ടാമ്പി പള്ളിപ്പുറം കൈപ്പറമ്പ് വീട്ടിൽ സുധീഷിന്റെ മക്കളായ ശിവന്തിക, ശിവാഞ്ജലി എന്നീ കുട്ടികളാണ് നറുക്കെടുത്തത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, KP വിശ്വനാഥൻ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ആനയോട്ട സബ് കമ്മിറ്റി അംഗങ്ങളായ KP ഉദയൻ, സജീവൻ നമ്പ്യത്ത്, ബാബുരാജ് ഗുരുവായൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നാളെ ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 8 ദിവസങ്ങളിലായി നടന്നുവരുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പന് 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. രാവിലെ ശീവേലി, പന്തീരടി പൂജ എന്നിവയ്ക്ക് ശേഷം പൂജ ചെയ്ത് ചൈതന്യപൂരിതമാക്കിയ 975 വെള്ളി കുംഭങ്ങൾ 26 സ്വർണ്ണ കുംഭങ്ങളും കീഴ്ശാന്തി നമ്പൂതിരിമാർ ശ്രീലകത്തെത്തിച്ചു. സഹസ്രകലശ ചടങ്ങുകൾക്ക് ശേഷം വിശേഷവാദ്യങ്ങൾ, മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയിൽ മേൽശാന്തി മൂർത്തിയടത്ത് സുധാകരൻ നമ്പൂതിരി ബ്രഹ്മകലശവും, ഓദിക്കൻ കക്കാട് ചെറിയ വാസുദേവൻ നമ്പൂതിരി കുംഭേശകലശവും, ശാന്തിയേറ്റ് കീഴ്ശാന്തി മാഞ്ചിറ കേശവൻ നമ്പൂതിരി കർക്കരി കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആദ്യം കുംഭേശകലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ആയിരക്കണക്കിന് ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയർന്ന നാരായണ നാമജപത്തിന്റെ അകമ്പടിയോടെയായിരുന്നു അഭിഷേകം. ബ്രഹ്മകലശാഭിഷേകത്തിന് ശേഷം തന്ത്രി ഉച്ചപൂജയും നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, KP വിശ്വനാഥൻ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ എന്നിവർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ VHSE വിഭാഗത്തിന്റെ 3-ാം നില AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2023-24 പ്ലാൻ പദ്ധതി പ്രകാരം 63 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2 കോടി രൂപയുടെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പുഷ്പ ജോൺ, T സോമശേഖരൻ, ആർഷ ജിജു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K കൊച്ചനിയൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, EA ദിനമണി, HM PT ലില്ലി, പ്രിൻസിപ്പാൾമാരായ PI റസിയ, A വിജയലക്ഷ്മി, PTA പ്രസിഡന്റ് P വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര വാദ്യകലാ വിദ്യാലയം സുവർണ ജൂബിലി ആഘോഷിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം വാദ്യകുലപതി പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. KB രാജു ആനന്ദ് മുഖ്യാതിഥിയായിരുന്നു. റിട്ടയർഡ് പ്രിൻസിപ്പൽ കോങ്ങാട് സുകുമാരൻ, പൂർവ്വ വിദ്യാർത്ഥികളായ പാഞ്ഞാൾ വേലുകുട്ടി, മച്ചാട് മണികണ്ഠൻ, ഗുരുവായൂർ സേതു, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാഗസ്വരത്തിൽ A ഗ്രേഡ് നേടിയ MK യദുകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു.
ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, കെ പി വിശ്വനാഥൻ, ദേവസ്വം വേദ സംസ്കാര പഠന കേന്ദ്രം ഡയറക്ടർ പി നാരായണൻ നമ്പൂതിരി, PTA പ്രസിഡന്റ് കെ ബാഹുലയൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുസ്തക ചർച്ചാവേദിയുടെ ഉദ്ഘാടനവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. ലൈബ്രറി അങ്കണത്തിലുള്ള CV ശ്രീരാമൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാനും കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗവുമായ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സമീപകാലത്ത് വളരെയേറെ വായനക്കാരെ ആകർഷിച്ച കുന്നംകുളത്തുകാരനും പ്രശസ്ത ഗാനരചയിതാവുമായ BK ഹരിനാരായണന്റെ കുന്നംകുളം താജ്മഹൽ എന്ന പാട്ടുനോവലാണ് ചർച്ച നടത്തിയത്. നന്ദനൻ മേക്കാട് കുന്നംകുളം താജ്മഹൽ എന്ന പാട്ടുനോവൽ അവതരിപ്പിച്ചു. ബിജു സൈമൺ മോഡറേറ്ററായി. ശ്രീകൃഷ്ണ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും മലയാളം വിഭാഗം മേധാവിയുമായ ഡോക്ടർ AM റീന, എഴുത്തുകാരിയായ അഡ്വക്കേറ്റ് സ്മിത ഗിരീഷ്, സാഹിത്യപ്രേമികളായ അരുൺ ഓലെ, +2 വിദ്യാർത്ഥിയായ ഏഞ്ചൽ ജേക്കബ്, രാധാകൃഷ്ണൻ ചെമ്മണ്ണൂർ എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. റീഡേഴ്സ് ഫോറം പ്രവർത്തകരായ കിഷോർലാൽ, സുനിൽ ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. പുസ്തകരചയിതാവ് BK ഹരിനാരായണൻ ചർച്ചകൾക്ക് മറുപടി നൽകി. റീഡേഴ്സ് ഫോറത്തിനു വേണ്ടി ഡോക്ടർ AM റീന BK ഹരിനാരായണനെ പൊന്നാടയണിയിച്ചു. പുസ്തകാവതരണം നടത്തിയ നന്ദനൻ മേക്കാടിന് മൊമൻറ്റോ സമ്മാനിച്ചു. മാസം തോറും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എഴുത്ത് കഴിയുന്നിടത്ത് അവിടെ ആ എഴുതിയ ആള് മരിക്കുകയും വായനക്കാരൻ ജനിക്കുകയും ചെയ്യുന്നു. ഓരോ പുസ്തകവും ഓരോ തവണ വായിക്കും തോറും അത് ഓരോ പുതിയ പുസ്തകങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പുസ്തകം വായിച്ച് അവർക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് അവരുടെ അഭിപ്രായം, അത് വിമർശനമാണെങ്കിലും പ്രശംസനമാണെങ്കിലും എന്താണെങ്കിലും ക്രിറ്റിസിസം ആണെങ്കിലും എന്താണെങ്കിലും അത് ഓരോരുത്തർക്കും ആ പുസ്തകത്തിനെ പറ്റിയിട്ട് ഓരോന്നായിരിക്കും തോന്നുന്നത്. ഗുരുവായൂർ ചാണാശ്ശേരി ദേവി വിഷ്ണുമായ ക്ഷേത്രോത്സവം ഭക്തിസാന്ദ്രമായി. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, കരിങ്കുട്ടി കളം, ഉച്ചപൂജ, അന്നദാനം എന്നിവ നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം താലം വരവ്, വിഷ്ണുമായ കളം എന്നിവയും ഉണ്ടായി. ഗുരുതി പൂജയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. മുതിർന്ന അംഗങ്ങളെയും സ്ഥാപകാംഗങ്ങളെയും ആദരിക്കലും തുടർന്ന് ഗാനമേള, നാടൻപാട്ട്, വർണ്ണമഴ എന്നിവയും ഉണ്ടായി. 80-ാം വയസ്സിൽ 2 പുസ്തകങ്ങൾ രചിച്ച് സാഹിത്യലോകത്തിന് സമർപ്പിക്കുകയാണ് ബാബു വക്കീൽ. കുന്നംകുളം ഇന്ദിരാനഗറിൽ താമസിക്കുന്ന ചുങ്കത്ത് വീട്ടിൽ അഡ്വക്കേറ്റ് ബാബു എഴുത്തിന്റെ ലോകത്ത് പുതിയ തലമുറയ്ക്ക് കൂടി പ്രചോദനമാവുകയാണ്. ചെറുപ്പം മുതൽ വായനയും എഴുത്തും ഹൃദയത്തോട് ചേർത്ത് വളർന്ന വ്യക്തിയാണ് ബാബു വക്കീൽ. പുസ്തകങ്ങളുടെ ലോകം അദ്ദേഹത്തിന് വെറും വിനോദമല്ലായിരുന്നു, ജീവിതത്തെ മനസ്സിലാക്കാനുള്ള വഴി കൂടിയായിരുന്നു. ആ പുസ്തകപ്രേമമാണ് ഇപ്പോൾ 2 പുസ്തകങ്ങളുടെ പ്രകാശനത്തിൽ എത്തി നിൽക്കുന്നത്. മുമ്പേ കടന്നുപോകുന്നവർ ദ മങ്ക് എന്ന ഇംഗ്ലീഷ് പുസ്തകവുമാണ് പ്രകാശനം ചെയ്യുന്നത്. കോളേജ് കാലഘട്ടത്തിൽ കലാകൗമുദി, മലയാളം, പശ്ചിമ താരക തുടങ്ങി വിവിധ മാസികകളിൽ കഥകൾ എഴുതിയിരുന്നു. പിന്നീട് ജോലിയിൽ പ്രവേശിച്ചപ്പോഴും തിരക്കുകൾക്കിടയിലും വായനയും എഴുത്തും ഉപേക്ഷിക്കാതെ അദ്ദേഹം നെഞ്ചോട് ചേർത്തു. ഈ കഴിവ് തിരിച്ചറിഞ്ഞ സുഹൃത്തുക്കളും വീട്ടുകാരും നിർബന്ധിച്ചാണ് വൈകിയ വേളയിലും പുസ്തകം എഴുതാനുള്ള കാരണമെന്ന് ബാബു വക്കീൽ പറയുന്നു. 71 മുതൽ തന്നെ ഞാൻ കഥ എഴുതി തുടങ്ങി. എൻ്റെ ഇവിടെ വന്നപ്പോൾ CV ശ്രീരാമനും ഐപ്പാർമലും നിരന്തരം കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ കഥ എഴുതിയിട്ടില്ലേ, 10,000കണക്കിന് കഥ എഴുതിയിട്ടുണ്ട്. ഓരോ അന്യായങ്ങളും പത്രികകളും കഥകളാണ്. മനുഷ്യ ജീവിതത്തിന്റെ കഥകളാണ് ഞങ്ങളുടെ കോടതിയിൽ ഫയൽ ചെയ്ത ഓരോ അന്യായങ്ങളും. ചിലത് ന്യായം, ചിലത് അന്യായം, അങ്ങനെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു കാലത്ത് ഞാൻ കഥ എഴുതാൻ തുടങ്ങുന്ന കാലത്ത് ഒരിക്കൽ ഈറ്റ എന്നൊരു ഡോക്യുമെന്ററിക്ക് ഞാൻ ഇംഗ്ലീഷിൽ ഇത് പോയി. മരത്തംകോട് സ്കൂൾ, കുന്നംകുളം ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് സെന്റ് ജോസഫ് കോളേജ്, സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിലെ പഠനത്തിന് ശേഷം എറണാകുളം ഗവൺമെന്റ് മഹാരാജാസ് ലോ കോളേജിൽ നിന്നാണ് അഡ്വക്കേറ്റ് ബിരുദം നേടിയത്. അതിനുശേഷം ഗോഡ്ഫ്രേ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ ബോംബെ, ബാംഗ്ലൂരു, മദ്രാസ്, മധുരൈ, തിരുച്ചി, തിരുനെൽവേലി, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം 1971 നിയമവൃത്തി ആരംഭിക്കുന്നത്. വർഷങ്ങളായുള്ള അഭിഭാഷക ജീവിതത്തിലൂടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളെയും മനുഷ്യമനസ്സിന്റെ നാനാത്വങ്ങളെയും അടുത്തറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ അനുഭവങ്ങളും യാത്രയിലുടനീളമുള്ള നിരീക്ഷണങ്ങളുമാണ് പുസ്തകങ്ങളിലേക്കുള്ള വഴി തുറന്നത്. ഇന്നും വക്കീൽ പണി ആത്മാർത്ഥമായി തുടരുന്ന അദ്ദേഹം
പ്രായം ഒരു സംഖ്യ മാത്രമാണെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ്. 80-ാം വയസ്സിലും സൃഷ്ടിപരമായ ചിന്തയും എഴുത്തിന്റെ ഉന്മേഷവും കൈവിടാതെ നിലകൊള്ളുന്ന ബാബു വക്കീലിന്റെ പുസ്തകങ്ങൾ സാഹിത്യ ലോകത്തിന് അഭിമാന നിമിഷമാണ്. വായനയോടുള്ള പ്രണയവും എഴുത്തിനോടുള്ള സമർപ്പണവും പുസ്തകമായി പുറത്തിറങ്ങുമ്പോൾ 4 വർഷം മുമ്പ് മരിച്ചുപോയ തന്റെ പ്രിയതമ വത്സ ജോർജിനുള്ള സമർപ്പണം കൂടിയാണ് ഈ പുസ്തകം. മക്കളായ ഗ്രിഗറിയും സുബിനും പിതാവിന്റെ എഴുത്തുവഴികൾക്ക് കൂട്ടാണ്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് CV സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. VK ശ്രീരാമൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുംബൈ കടന്നുപോകുന്നവർ എന്ന പുസ്തകം റഫീഖ് അഹമ്മദ് ഫാദർ ബെഞ്ചമിൻ OICക്ക് നൽകിയും ദ മങ്ക് എന്ന പുസ്തകം ഡോക്ടർ ഹരികൃഷ്ണൻ TD രാമകൃഷ്ണന് നൽകിയും പ്രകാശനം നിർവഹിക്കും. മന്ത്രി വീണ ജോർജിനെതിരെയുണ്ടായ പ്രതിഷേധം അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ചാവക്കാട് പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന യോഗം പ്രിയ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. രമണി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KP നിഷ, ഉഷ സുനീഷ്, ഇന്ദിര വത്സലൻ, സുനിത ശശി, ഗീതാദേവി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷം ഞായറാഴ്ച ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് മുതൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയുടെ പെരുമയും വിളിച്ചോതി ഭഗവതി ക്ഷേത്ര പരിസരത്ത് പതിർവാണിഭം നടക്കും. ഞായറാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് പരമ്പരാഗതമായി നടത്തിവരാറുള്ള പതിർവാണിഭം നടക്കുക. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്തു നിന്നു ലഭ്യമാണ്. ഉണക്കമത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം. ആദ്യകാലങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞാൽ ജന്മിയിൽ നിന്നും കൂലിയായി കിട്ടുന്ന നെല്ലിന്റെ പതിരു കൊടുത്താണ് ഉണക്കമത്സ്യം വാങ്ങിയിരുന്നത്. അങ്ങനെയാണ് പതിരുവാണിഭം എന്ന പേരു വന്നത്. പതിർവാണിഭത്തിൽ കൊമ്പൻ സ്രാവ് മുതൽ നാട്ടിൻപുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്ക് വരും. കൂടാതെ വിവിധതരം മൺപാത്രങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കത്തികൾ, മുറം, കൈക്കോട്ടുതായ, കയറുകൾ, പച്ചക്കറി വിത്തുകൾ, പായകൾ, ചൂൽ, പച്ചക്കറി എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ വിൽപ്പന നടക്കും. പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാത്രിയിൽ പറയെടുപ്പും തോൽപ്പാവക്കൂത്തും നടക്കുന്നുണ്ട്. നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ആഘോഷങ്ങൾക്കായി 3 ജില്ലകളിലെ തട്ടകങ്ങൾ അവസാനഘട്ട ഒരുക്കത്തിലാണ്. വൈദ്യുതി ദീപാലങ്കാരവും കമാനങ്ങളും ഒരുങ്ങി. ശനിയാഴ്ച രാത്രി 8-ന് ക്ഷേത്രത്തിൽ നടപ്പുരമേളവും നടക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 44 ഗജവീരന്മാർ അണിനിരക്കും. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ K. ദാമോദരന്റെ സ്മരണാർത്ഥം ഗുരുവായൂർ K. ദാമോദരൻ അക്കാദമി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. 2024-25 വർഷങ്ങളിൽ 1-ാം പതിപ്പായി പ്രസിദ്ധീകരിച്ച മലയാള നാടക കൃതിക്കാണ് പുരസ്കാരം നൽകുന്നത്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും സമ്മാനിക്കും. കൃതികളുടെ 4 പകർപ്പുകൾ മാർച്ച് 25-ന് മുമ്പ് സെക്രട്ടറി K. ദാമോദരൻ അക്കാദമി, എടപ്പുള്ളി റോഡ്, ഗുരുവായൂർ 680-101 എന്ന വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 47 77 19 60. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി ധൂമ പ്രദക്ഷിണം നടന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമാണ് നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന ധൂമ പ്രദക്ഷിണം. ആത്മീയതയുടെ നിറവും പാരമ്പര്യത്തിന്റെ അപൂർവതയും നിറഞ്ഞൊഴുകുന്ന ഈ ചടങ്ങ് ഭാരത ക്രൈസ്തവർക്കിടയിൽ മറ്റെവിടെയും ഇല്ലാത്തതാണ്. നോമ്പുകാലം തുടങ്ങിയാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രഭാതത്തിൽ പള്ളിയിൽ നിന്നാരംഭിച്ച് അങ്ങാടി ചുറ്റി മടങ്ങിയെത്തുന്നതാണ് ഈ പരിഹാര പ്രദക്ഷിണം. ചിറ്റാട്ടുകര ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് മലബാറിൽ 1801-1802 കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സാംക്രമിക രോഗമായ വസൂരി പല പ്രദേശങ്ങളിലും വ്യാപിച്ച് കനത്ത ജീവനാശങ്ങൾ ഉണ്ടാക്കിയതായി ചരിത്രം പറയുന്നുണ്ട്. അക്കാലത്ത് ഫലപ്രദമായ പ്രതിരോധ മരുന്നുകൾ വളരെ കുറവായിരുന്നു. ദൈവകോപമാണ് വസൂരി പോലുള്ള സാംക്രമിക രോഗത്തിന് കാരണമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനു വേണ്ടി തുടങ്ങിയതാണ് പാപപരിഹാരമായ ഈ ധൂമപ്രദക്ഷിണം. ധൂമപ്രദക്ഷിണ കർമ്മങ്ങൾക്ക് ഫാദർ ജെയിംസ് വടക്കോട്ട്, സഹവികാരി ഫാദർ ജിയോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ KG വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫ്രൂട്ട് ഫെസ്റ്റ് 2K26 ശ്രദ്ധേയമായി. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനും പഴങ്ങളുടെ ഗുണങ്ങളും കഴിക്കേണ്ട ആവശ്യകതയും മനസ്സിലാക്കാനും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഫ്രൂട്ട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കിവി, ഡ്രാഗൺ ഫ്രൂട്ട്, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, വാഴപ്പഴം, മാതളം, സ്ട്രോബെറി, ചക്ക തുടങ്ങി വൈവിധ്യമാർന്ന പഴങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആരോഗ്യം നമ്മുടെ സമ്പത്ത് എന്ന സന്ദേശം ഉയർത്തി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ജിബ്ലസ് ജോർജ്, അധ്യാപകരായ നിസ വർഗീസ്, സിസി KT, ലിനറ്റ് ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി.
MGO-CSM നേതൃത്വത്തിൽ മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മാർച്ച് 1 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പഴയ പള്ളി MJD സ്കൂളിൽ സംഘടിപ്പിക്കുന്നു. ജനറൽ മെഡിസിൻ, പൾമണോളജി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്, ന്യൂറോളജി, ENT, ഓങ്കോളജി, ഡയറ്റീഷ്യൻ എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കും. സൗജന്യ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും ലഭ്യമാകും. ഫാദർ ജോസഫ് ജോസ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജിസ് ജോൺസൺ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ഗ്രിഗേറിയൻ കെയർ എന്ന സൗജന്യ ഹെൽത്ത് ചെക്കപ്പ് പദ്ധതി മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്യും. PC കുഞ്ഞാത്തിരി ടീച്ചർ എൻഡോമെന്റ് അവാർഡ് പാലിയേറ്റീവ് കെയർ മേഖലയിൽ നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന മോളി ബാബുവിന് നൽകി ആദരിക്കും. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ പ്രതിമാസ സുവിശേഷ യോഗം മാർച്ച് 1 ഞായറാഴ്ച കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ നടക്കും. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ PM സ്ലീബ സന്ദേശം നൽകും. വാഹന സൗകര്യമുണ്ടാകും. ഇനി മുതൽ എല്ലാ 1-ാം ഞായറാഴ്ചയാണ് പ്രതിമാസ സുവിശേഷ യോഗം നടക്കുക എന്ന് കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ സർവം AI മയം എന്ന വിഷയത്തെ ആസ്പദമാക്കി രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ പഠനരീതിയിൽ AIയുടെ സ്വാധീനം, ഗുണദോഷങ്ങൾ, സുരക്ഷിതോപയോഗം എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളായ അദ്രിനാഥും സഫയും വിശദീകരിച്ചു. തുടർന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പഠനത്തിനായി AI ടൂളുകളുടെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകി. PTA പ്രസിഡന്റ് രജീഷ് കുമാർ, ലിറ്റിൽ കൈറ്റ്സ് മെന്റർമാരായ സന്തോഷ് ബാലകൃഷ്ണൻ, സ്മിത എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,810 രൂപ, പവന് 1,18,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചരമം ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ KK സേതുമാധവന്റെ മാതാവും സിദ്ദീഖ് പള്ളിക്ക് തെക്കുഭാഗം താമസിക്കുന്ന പരേതനായ കണ്ണൻകേരൻ കൃഷ്ണൻ മാസ്റ്റർ ഭാര്യയുമായ മീനാക്ഷി നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വീട്ടുവളപ്പിൽ നടത്തും. മധുസൂദനൻ, ശാന്താഭായ്, കുശുമജ, ബാല, താരാഭായ്, തുളസിഭായ് എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.